ജോബർ സാറാണ്. നമ്മളിന്ന് +1 ഇംപ്രൂവ്മെന്റ് റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രിഗണോമെട്രിയിലെ 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. ഈ എക്സാമിന് ചോദിക്കുന്ന രീതിക്കുള്ള പുതിയ ചോദ്യങ്ങൾ. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസുകളും നന്നായിട്ട് പഠിച്ചോണം. നമ്മൾ പഠിക്കുന്ന റിസൾട്ട് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സോട് എല്ലാവരും മക്കളെന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം നോട്ട്സുകളും പിന്നെ ഇക്വേഷൻ ബുക്ക്ലെറ്റും പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാക്കേജും. ഓക്കെ, ആ റിവിഷൻ പാക്കേജ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാം. ഫുൾ മാർക്കിൽ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർഡർ വൈസ് തന്നിരിക്കും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് 2 sin 75 into sin 15 degree? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1-2 വഴികളുണ്ട്. നമ്മൾ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 75ന്റെ വാല്യൂവിനെ കണ്ടുപിടിക്കുക, sin 15ന്റെ വാല്യൂവിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ഞാനൊരു മറ്റൊരു മെത്തേഡാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 2 sin A sin B ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. 2 sin A sin B എന്ന് പറഞ്ഞാൽ that can be minus cos of A plus B plus cos of A minus B എന്നൊരു റിസൾട്ട് ഉണ്ട്. ഓക്കെ, 2 sin ആണ്, 2 സൈനാ ഉണ്ടല്ലോ. that can be minus cos of A plus B plus cos of A minus B. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ഈ പ്രോബ്ലത്തിൽ ഞാൻ ഉപയോഗിക്കാൻ പോവാണ്. A എന്ന് പറഞ്ഞാൽ ഇവിടെ 75 ആണ്, B എന്ന് പറഞ്ഞാൽ 15 ആണ്. therefore 2 sin 75 into sin 15 degree is equal to minus cos of A plus B. ഇതാ നമ്മുടെ A, ഇതാ നമ്മുടെ B. ഓക്കെ ആണല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ മൈനസ് കോസ് ഓഫ് 75 പ്ലസ് 15 പ്ലസ് കോസ് ഓഫ് 75 മൈനസ് 15 മൈനസ് കോസ് ഓഫ് A plus B പ്ലസ് കോസ് ഓഫ് A minus B. that is equal to minus cos of A plus B എന്ന് പറയുമ്പോൾ 75 plus 15 എത്ര ഡിഗ്രിയാ മോനെ? 90 ഡിഗ്രി. cos of A minus B 75 minus 15 ആൻസർ ഈസ് ആരാണ്? 60 ഡിഗ്രി. മൈനസ് cos 90. വാട്ട് ഈസ് cos 90? 0 അല്ലേ മോനെ? മൈനസ് 0. ഓക്കെ, മൈനസ് cos 90 മൈനസ് cos 0 പ്ലസ് cos 60 എത്ര മോനെ? 1/2. ഇത് വേണ്ട, ആൻസർ ഈസ് 1/2. കണ്ടോ, തീർന്നുകൊണ്ട് എന്തെടുപ്പം. മറ്റേതാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്തേ ഉള്ളൂ. sin 75നെ കണ്ടുപിടിക്കുന്നു, നെക്സ്റ്റ് sin 15, ഇതൊക്കെ സമയം എടുത്ത് പോകും. ഓക്കെ, അപ്പൊ റിസൾട്ടുകൾ പലതുണ്ട്. ഏത് സ്യൂട്ടബിൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും അറിയേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് cos 110 cos 10 plus cos 130 is equal to എത്രയാണ്? 0. ഓക്കെ, ഞാൻ LHS അങ്ങോട്ട് എടുത്തെഴുതാം. cos 110 plus cos 10 പ്ലസ് cos 130 അല്ലേ? ഇവിടെ 3 പേരുണ്ട് അല്ലേ? നമ്മൾ അതിലത്തെ ഏതെങ്കിലും 2 പേരെ എടുക്കുന്നുണ്ട്. ഇവരെ 2 പേരെയും കൂടെ എടുത്ത് നമ്മൾ ചെയ്യാം. ഇതിപ്പോ 2 പേരേ ഉള്ളൂ, ഇവനെ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഇത് cos C പ്ലസ് cos D എന്ന് പറഞ്ഞൊരു ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ cos X പ്ലസ് cos Y എന്നായിരിക്കും. ഓക്കെ, ഞാനിപ്പോ ഇവിടെ cos C പ്ലസ് cos D ആണ്. ദാറ്റ് ഈസ് 2 cos C പ്ലസ് D ബൈ 2 cos C മൈനസ് D ബൈ 2. ഇതാണ് അതിന്റെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇയാളെ C ആയിട്ട് കരുതുകയും ഇയാളെ നമ്മൾ D ആയിട്ട് കരുതി കഴിഞ്ഞാൽ that can be cos C plus cos D. that can be written as 2 cos C plus D 110 plus 10 by 2 cos 110 minus 10 by 2 ആണല്ലോ. ഈ റിസൾട്ട് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റിലെ cos 130 അതേപോലെ നോക്കി എഴുതി. ഓക്കെ, ഇവിടെ നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കുക. that is simplifying by 2 cos 110 plus 10. what is 110 plus 10? 110 plus 10 എന്ന് പറയുമ്പോൾ 120 ആണ്. 120 by 2 എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. ഇൻറ്റു cos 110 minus 10. 110 നിന്ന് 10 പോയാൽ 100. 100 by 2 എത്ര മോനെ? 50 പ്ലസ് cos 130 ഡിഗ്രി. ഓക്കെ, that is equal to 2 into what is cos 60? cos 60 എല്ലാവർക്കും അറിയാൻ തോന്നുന്നില്ലേ? cos 60യുടെ വാല്യൂ എത്ര മോനെ? 1/2. കേട്ടോ, എല്ലാ റിസൾട്ടുകളും എല്ലാ വാല്യൂസ് എല്ലാം അറിയണം. ഓക്കെ, into cos 50 plus cos 130 degree. Okay, 2 cancel. Then cos of 50 plus cos of 130 degree. ഇങ്ങനെ കിട്ടി. അപ്പൊ 3 പേരിൽ നിന്നും ചുരുക്കി നമ്മളിപ്പോ 2 പേരാക്കി. കണ്ടോ, ഈ 2 പേരെ കൂടെ ചേർത്ത് സിംപ്ലിഫൈ ഇയാളായി. ഇത് ഇങ്ങനെ നോക്കി എഴുതി വരുമായിരുന്നു കേട്ടോ. എഗെയിൻ നമുക്ക് ഒരു റിസൾട്ട് കൂടെ അങ്ങോട്ട് കാച്ചിയേക്കാം അല്ലേ? that is cos C plus cos D. that is 2 cos 50 plus 130 by 2 into cos 50 minus 130 by 2. Okay, പിന്നെ ഈ റിസൾട്ട് നമ്മൾ ഉപയോഗിച്ചു. that is 2 cos
50 130 130 50 ചേർന്നാൽ 180 180/2 90. ഓക്കെ, cos 90 into cos of 50 minus 130 എന്ന് പറയുമ്പോൾ -80 എന്ന് പറയുമ്പോൾ -40. ഓക്കെ, that is equal to 2 into what is cos 90? 0 into cos of -40. ഓക്കെ, ഫൈനൽ ആൻസർ is 0. തീർന്നു കേട്ടോ, ചെയ്യുന്ന ആവശ്യമില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പൂജ്യം കയറി വന്നു കേട്ടോ. അപ്പൊ 2 into 0 into ഇനി ആൻസർ എത്രയായിരിക്കും? 0. ദാറ്റ്സ് ഓൾ. അല്ല, ഇനി ഇയാളെ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, രണ്ട് അടിപൊളി ചോദ്യങ്ങളായിരുന്നു. ഇങ്ങനെയുള്ളത് അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചേക്കണം. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇനി പുതുതായിട്ട് വരുന്നത്. ഇനി വന്നാലും വന്നില്ലേലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരും, ഒത്തിരി കുട്ടികൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ട്, സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് നിങ്ങൾ പറ്റുന്നെങ്കിൽ എല്ലായിടത്തോടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.